ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്നും സേഫ് ആണെന്നും വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടും ഇരിക്കുക. ഇന്നൊരു വീക്കെൻഡ് ഒന്നല്ല കേട്ടോ. ഇന്ന് പതിവ് പോലെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞു. മക്കൾ എണീറ്റിട്ടില്ല, മക്കൾ കിടന്ന് ഉറങ്ങണം കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലത്തെ ഒരു കറി തന്നെ ഞാനും വെക്കാറ്. ഞാൻ ചീര കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിപ്പും ചീരയും കൂടി വെക്കാറുണ്ട്. ചീര മാത്രം നാളികേരം ഇട്ടിട്ട് ഇപ്പോൾ ഇതുപോലെ വെക്കുന്ന പോലെ വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മോളൊന്നും കഴിക്കില്ല ചീരയൊന്നും. ഞാനും ഹസ്ബൻഡൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മളത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ എൻ്റെ ഒരൈറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു കറി എന്ന് പറയുന്നത് ചെമ്മീൻ കൊണ്ടൊരു കറിയാണ്, ഒരു ഫിഷ് മോളി പോലെ. അതിൻ്റെ ഇടയ്ക്ക് 2 പിള്ളേർ എണീറ്റിട്ടുണ്ട് കേട്ടോ. 2 പേരും എണീറ്റ്, ഒരാൾ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, അടുത്ത ആൾ ഇരുന്ന് ബ്രഷ് ചെയ്യാൻ പോകാൻ പറഞ്ഞിട്ട് ബെഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ എണീക്കുള്ളൂ അവർ. അങ്ങനെ അവരൊക്കെ എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്നു. ഞാൻ ഈ ഫിഷ് മുന്നേ കൂട്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു വട്ടം നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മൾ സാധാരണ മീൻ വാങ്ങുമ്പോൾ ഞാൻ ക്ലീനാക്കി കട്ട് ചെയ്തിട്ടാണ് വാങ്ങാറ്. പക്ഷേ ഈ ചെറിയ മീനുകളൊന്നും അവർ കട്ടാക്കി തരില്ല. കാരണം ടൈം എടുക്കുന്നതുകൊണ്ടായിരിക്കണം, നമ്മൾ കട്ടാക്കി തരാൻ പറഞ്ഞാലൊന്നും കട്ടാക്കി തരാറില്ല. അങ്ങനെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിപ്പിച്ച് ഫ്രഷാക്കി ഞാനൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. സമയം വൈകുന്നേരം 6:30-7 മണിക്കായി. ഹസ്ബൻഡ് താഴെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരണേക്കാളും മുന്നേ ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറാനുണ്ടോ. ഡ്രസ്സ് മാറാനായിട്ടും മുടി കെട്ടാനായിട്ടും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് മൂത്ത ആളുടെ അടുത്താണ്. കാരണം അവൾക്ക് ആ ഹെയർ സ്റ്റൈൽ പറ്റില്ല, ഈ ഹെയർ സ്റ്റൈൽ പറ്റില്ല, ആ ഡ്രസ്സ് പറ്റില്ല, ഈ ഡ്രസ്സ് പറ്റില്ല. അവൾ വിചാരിക്കുന്ന ഡ്രസ്സുകൾ മാത്രം ഇട്ടിട്ട് പോകാനേ അവൾക്ക് ഇഷ്ടമുള്ളൂ. നമ്മളെ ഏത് സെലക്ട് ചെയ്ത് കൊടുത്താലും അവൾക്ക് അതൊന്നും ഇഷ്ടാവില്ല. അപ്പം ഞാൻ എങ്ങടെയെങ്കിലും പോകണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് ചിലപ്പോൾ അവളുടെ അടുത്ത് ഈ ഡ്രസ്സ് നാളെ ഇട്ടിട്ട് പോവാട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വയ്ക്കും. ഇപ്പം അതേ വാച്ച് കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാച്ച് കെട്ടിയപ്പോൾ അപ്പോൾ അവൾക്ക് അവളുടെ വാച്ച് കെട്ടണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് വേഗം ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഷൂ ഇടുന്ന സമയത്ത് പറയും, എനിക്ക് ഈ ഷൂ അല്ല വേണ്ടത്, ഈ ചെരുപ്പല്ല വേണ്ടത്, എനിക്ക് ആ ചെരുപ്പ് മതി എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം ഇട്ട് കൊടുത്ത് വേഗം റെഡിയാക്കി ഇങ്ങോട്ട് ഇറക്കും. അപ്പോൾ താഴെ ഹസ്ബൻഡ് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു, വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷോപ്പിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ ബില്ലടിക്കാനാണ് ടൈം എടുത്തത്. കാരണം ക്യൂവിൽ നിന്നിട്ട് വേണമായിരുന്നു ബില്ലടിക്കാനായിട്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. പറയുമ്പോൾ ഇത് വീക്കെൻഡ് പോലും അല്ലായിരുന്നു, എന്നിട്ട് പോലും ഇത്ര തിരക്കായിരുന്നു. എന്തോ മിഡ് നൈറ്റ് സെയിൽ ഓഫറോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഓഫറിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നതേ അബദ്ധമായി. ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പറയുമ്പോൾ ഒരുപാട് ബില്ലിംഗ് കൗണ്ടേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും കാര്യമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അങ്ങനെ ക്യൂ നിന്ന് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് എൻ്റെ മൊബൈൽ കാണാനില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, മൊബൈലില്ലേ കയ്യിൽ? അതല്ലേടി നീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. എൻ്റെ മൊബൈൽ കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പക്ഷെ ഞാനത് മറന്നുപോയി. എന്തായാലേ ഒന്നും പറയാനില്ല. ക്യൂ നിന്ന് വയ്യാണ്ടായിട്ട് എൻ്റെ ഉള്ള കിളി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും ഇങ്ങനത്തെ അല്ല, ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.